ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു മീൻ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ പീരയാണ്. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 350 ഗ്രാം മത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. മത്തി മാത്രമല്ല, നമ്മൾ നത്തോലി വെച്ചിട്ടും പീര ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റിയാണ്. മീൻ പീര ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മീൻ പീരയിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത്. പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 8 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളക്, ആവശ്യമായ കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പീരയ്ക്ക് ആവശ്യമായ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പീര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ആ മീൻ കൂടി ഇട്ട് കൊടുക്കാം. മീൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും കുടംപുളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ പുളിക്ക് പകരം മാങ്ങ ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ മീൻ പീരയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അടിയിൽ പിടിച്ച് കരിയാതിരിക്കാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അരപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. പീരയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ടാണ് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് പതുക്കെ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിയിടുമ്പോൾ ശ്രദ്ധിക്കണം, മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം. ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മീൻ പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മുടെ നല്ല ടേസ്റ്റി മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി മീൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മീൻ പീര ഉണ്ടാക്കിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്താൽ പുളിയും ഉപ്പെല്ലാം പിടിച്ച നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ മീൻ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.